ഇത്രനാൾ പാർട്ടിക്കാരനായി സഖാവായി ഇരുന്നു. തനിക്ക് ഒരു മകൻ എന്ന നിലയിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇത്രയധികം പണം വാങ്ങിയിട്ടില്ല എന്ന് തൻ്റെ അമ്മയെ അറിയിക്കണം എന്നാണ് പ്രമോദ് കോട്ടുള്ളി പറയുന്നത്. സാനിയോ, കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. പ്രമോദ് കോട്ടുള്ളി ഇപ്പോൾ ഈ പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ പോയി കുത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. അതെ ബിനിൽ, അങ്ങനെ തന്നെയാണ്. അതായത് പരാതിക്കാരൻ എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആൾ, അത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചേവായൂർ സ്വദേശിയായ വ്യക്തിയാണെന്ന് പ്രമോദ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തി താൻ ഇതുവരെ അയാളുടെ വീട്ടിൽ പോയിട്ടില്ല, ആ വ്യക്തി പറയണം ആർക്കാണ് പണം കൊടുത്തതെന്ന് അയാൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും മകനെയും കൂട്ടിയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി ആ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കുത്തിയിരിക്കാൻ പോവുകയാണെന്നാണ് പ്രമോദ് കോട്ടുള്ളി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റു ചോദ്യങ്ങൾക്ക്, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളൊക്കെ വരട്ടെ എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി നൽകുന്നത്. മറിച്ച് ആ വീട്ടിലെത്തിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ആ വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. താൻ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രീജിത്ത് എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പരാതിയെ സംബന്ധിച്ച വിവരങ്ങൾ തനിക്ക് ഇപ്പോൾ തന്നെ അറിയണം. തനിക്ക് ആരെങ്കിലും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി വ്യക്തമാക്കുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്ന് അമ്മയെയും മകനെയും കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ ആ വാഹനത്തിന് പുറകെ പോകുന്നുണ്ട്. അദ്ദേഹം അവിടെ എത്തിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാനിയോ മനോമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPIM-നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി. PSC കോഴ ആരോപണത്തിൽ, കോഴ തട്ടിപ്പ് കേസിൽ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ് CPIM. അതിനോടുള്ള പ്രതികരണമാണ് പ്രമോദ് കോട്ടുള്ളി നടത്തിയിരിക്കുന്നത്. പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കണം. പരാതിക്കാരനെന്ന് പ്രമോദ് തന്നെ അവകാശപ്പെടുന്ന ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് പ്രമോദ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കയറി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം അമ്മയും മകനും പ്രമോദിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറച്ചുവെക്കാൻ തനിക്ക് ഒന്നുമില്ല, ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ താൻ നടത്തിയെന്ന തെളിവ് ഉണ്ടോ? തന്നെ വേട്ടയാടുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയുടെ നടപടിയെപ്പറ്റി കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പരാതിക്കാരനായ ശ്രീജിത്ത് തന്നെയാണോ താങ്കൾ സമരമിരിക്കാൻ പോകുന്ന വ്യക്തി, ആ വീട്ടിലുള്ള ഉടമസ്ഥൻ എന്ന ചോദ്യത്തിന് അത് വഴിയെ കാണാം എന്ന വിധത്തിലുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോടും പ്രമോദ് ആ വിധത്തിലുള്ള പ്രതികരണം, നേരിട്ടുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശ്രീജിത്ത് ഈ വിധത്തിൽ ഒരു എഴുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ആളോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്, എപ്പോഴാണ് പണം കൈമാറി ചെയ്തത്? ആരെങ്കിലും ആ രീതിയിൽ പ്രമോദ് ഇടപെടുകയോ അയാളെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും എൻ്റെ മുന്നിൽ എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കും. അല്ല, ഇതിലെ രണ്ട് കാര്യം, പ്രമോദ് ഇപ്പോൾ അവരെ വീട്ടിലേക്ക് സമരം ചെയ്യാൻ പോകുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് ബോധ്യമാവാത്തത്? അതായത് ഞാൻ ആദ്യം മകനാണായത്, അതിൻ്റെ ശേഷമാണ് സഖാവായത്. എനിക്ക് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആ രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയിട്ട് അങ്ങോട്ട് ചേവായൂരിലെ പരാതിക്കാരൻ്റെ വീട്ടിലേക്ക്, പരാതിക്കാരനെന്ന് പ്രമോദ് അവകാശപ്പെടുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പ്രമോദ് അമ്മയും ഒപ്പം യാത്ര തിരിക്കുകയാണ്. സാനിയോ മനോമിയുണ്ട് പ്രമോദിന് ഒപ്പം. സാനിയോ, യഥാർത്ഥത്തിൽ CPIM-നെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. സാധാരണഗതിയിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള വ്യക്തികളൊന്നും ഈ വിധത്തിൽ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി ഈ വിധത്തിലൊരു പരസ്യ വെല്ലുവിളി തന്നെ, അത് അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും വെല്ലുവിളിയാണ് നടത്തിയിട്ടുള്ളത്. പ്രമോദ് എന്താണ് കരുതുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രമോദിന്റെ പദ്ധതി? സാനിയോ, അദ്ദേഹം ഇപ്പോൾ കരുതുന്നത് താൻ ഒരാളോടും പണം വാങ്ങിയിട്ടില്ല, പക്ഷേ പണം വാങ്ങി എന്ന് പറയപ്പെടുന്ന, അന്വേഷണം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്നയാളാണ് ചേവായൂർ സ്വദേശിയായ ശ്രീജിത്ത്. ആ ശ്രീജിത്തിന്റെ വീട്ടിൽ തനിക്ക് തന്റെ അമ്മയോട് ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. താൻ പണം വാങ്ങിയോ ഇല്ലയോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രീജിത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഒരു മകൻ എന്ന നിലയിൽ തന്റെ ബാധ്യതയാണെന്നാണ്
പ്രമോദ് കോട്ടൂളി പറയുന്നത്. കൂടാതെ ആ ആവശ്യത്തിന് വേണ്ടിയാണ് താനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് എന്നും പ്രമോദ് പറയുന്നു. പ്രമോദ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് പാർട്ടിയെ കൃത്യമായി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാനാവുന്നത്. പക്ഷേ അത് അദ്ദേഹം തുറന്നു പറയുന്നില്ലെങ്കിലും ഈ സാഹചര്യം അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കൃത്യമായി പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ ഒരാളോടും പണം വാങ്ങിയിട്ടില്ല, പാർട്ടിയുടെ തീരുമാനം തെറ്റാണ്, താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് പ്രമോദ് ഇപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പാർട്ടിക്ക് മുൻപിൽ വലിയൊരു തലവേദനയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപൊന്നും പാർട്ടി അച്ചടക്കം നടപടി നേരിട്ടിരുന്ന ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് താൻ ആദ്യം ഒരു അമ്മയാണ്, തനിക്ക് അമ്മയ്ക്ക് മുൻപിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് താൻ പോകുന്നത്, ഈ ശ്രീജിത്ത് എന്ന് പറയുന്നയാളുടെ വീട്ടിലേക്ക് താൻ പോകുന്നത്. അവിടെ ചെന്ന് കുത്തിയിരിക്കും, അമ്മയ്ക്കും മകനും ഒപ്പം കുത്തിയിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആണ് ഇപ്പോൾ സാനിയോ യാത്രയിലാണെന്നറിയാം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പ്രമോദിന്റെ വീട് എവിടെയാണ്? ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന ശ്രീജിത്തിന്റെ വീട് എവിടെയാണ്? പ്രമോദിന്റെ വീട് ടൗണിൽ തന്നെയുള്ള കോട്ടൂളി എന്ന ഭാഗം, അതായത് ടൗണിൽ നിന്ന് കൃത്യം റോഡിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് പ്രമോദിന്റെ വീട്. ചേവായൂർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള ഭാഗമാണ്. ഒരു കഷ്ടിച്ചൊരു 3-4 കിലോമീറ്റർ മാത്രം ദൂരമേ ഉണ്ടാവുകയുള്ളൂ. അവിടേക്കാണ് ഇപ്പോൾ പ്രമോദ് പോകുന്നത്. കാരണം ശ്രീജിത്തിന്റെ പരാതിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചത് എന്നാണ് കരുതുന്നത്. കാരണം പക്ഷേ ശ്രീജിത്ത് പ്രമോദ് ഒരാളെ പോലും താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും ആണ് പ്രമോദ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ശ്രീജിത്തിനോട് തന്നെ ചോദിക്കണം, ആരാണ് നിങ്ങളോട് പണം വാങ്ങിയത്, നിങ്ങളെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്, PSC അംഗത്വത്തിനോ അല്ലെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമനത്തിനോ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ശ്രീജിത്തിൽ നിന്ന് ചോദിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രമോദ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നേരിട്ട് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ അദ്ദേഹം ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല, പക്ഷേ അങ്ങോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വണ്ടിയിൽ കയറി ഒരു 3-4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ അവിടെ എത്തും. അദ്ദേഹത്തിന്റെ ഒപ്പം അമ്മയും മകനും ഉണ്ട്. ഇത് നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു വെല്ലുവിളിയാണെന്ന് തന്നെ വേണം കണക്കാക്കാൻ. കാരണം അത് മാത്രമല്ല, വെല്ലുവിളി മാത്രമല്ല, അത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പ്രമോദ് എത്തിയത് എന്ന് വ്യക്തമാണ്. അമ്മയ്ക്കൊപ്പം അവിടെ എത്തിച്ചേരുകയാണ്. സ്വാഭാവികമായും പ്രമോദിന്റെ പ്രതികരണങ്ങൾ തേടാൻ മാധ്യമങ്ങൾ അവിടെ എത്തുന്നു. പ്രമോദ് പക്ഷേ അവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കടലാസിൽ പണം കൊടുത്തത് ആര്, ആർക്ക്, എപ്പോൾ എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 3 കിലോമീറ്റർ ദൂരമാണ് പ്രമോദ് കോട്ടൂളിയുടെ വീട്ടിൽ നിന്ന് ഈ പരാതിക്കാരനെന്ന് പ്രമോദ് തന്നെ ആരോപിക്കുന്ന ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് ഉള്ളത്. അവിടേക്കുള്ള യാത്രാമധ്യയാണ് പ്രമോദ് കോട്ടൂളിയത്. റിപ്പോർട്ടർ വാർത്താ സംഘവും പ്രമോദ് കോട്ടൂളിക്ക് പുറകിൽ ഉണ്ട്. ഏതായാലും നാടകീയമായ രംഗങ്ങളായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള നിമിഷങ്ങളിൽ കോഴിക്കോട് ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്.